മൂടപ്പെട്ടിട്ട് നല്ലൊരു ഫീലാണ്. വരുമ്പോൾ അമ്പലത്തിൻ്റെ രൂപം പാടെ മാറിയേക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തവനൂരിലെ മൂവാങ്കരയിലാണ്. ഇവിടെ കാർഷിക കോളേജ് കോമ്പൗണ്ടിൻ്റെ അങ്ങേ അറ്റത്തായിട്ട് ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലമുണ്ട്. ശ്രീ വാസുദേവപുരം എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഇവിടെ കൃഷ്ണ ഭഗവാനെയാണ് പ്രതിഷ്ഠ വെച്ചിട്ടുള്ളത്. സോ നമ്മൾ ആ അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണിത്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കൃഷിഭവനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ അമ്പലത്തിലെത്താനായി. എൻ്റെ നാട് ഇവിടെ ആയിട്ട് പോലും ഇപ്പം അടുത്ത കാലത്താണ് ഞാൻ ഈ അമ്പലത്തിൽ വരുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിന് അവസരം കിട്ടിയത്. ഇതേ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി. ഇതിലൂടെ അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോയാലാണ് നമ്മൾ അമ്പലത്തിലെത്തുക. ഈ വഴിയിലൂടെ വാഹനം കൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ വാഹനമായിട്ട് വരാൻ താഴത്തെ സൈഡിലൂടെ വേറൊരു വഴിയുണ്ട്. ഇത് കാൽനടയ്ക്ക് യൂസ് ചെയ്യുന്ന വഴിയാണ്. സത്യം പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ ഒരു ഹൈലൈറ്റ് പാർട്ടായിട്ട് ഈ വഴി എനിക്ക് തോന്നി. കാരണം ഇതിലൂടെ നടക്കുമ്പോൾ നല്ലൊരു വൈബാണ് കിട്ടുന്നത്. കാരണം ഈ വഴിയുടെ രണ്ട് ഭാഗത്തും നിറയെ മരങ്ങളാൽ മൂടപ്പെട്ടിട്ട് നല്ലൊരു ഫീലാണ്. നല്ല കാറ്റും ഒപ്പം അമ്പലത്തിൽ നിന്നുള്ള സോപാന സംഗീതവും കൂടി പിന്നെ പറയാൻ വേണ്ട, നല്ലൊരു വൈബാണ് ഇത് കൂടെ രാവിലെ വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ അമ്പലത്തിലെ കാഴ്ചകൾ. രാവിലെ ഞങ്ങൾ കുറച്ച് നേരം എഴുതിയിട്ടാണ് വന്നത്, അതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് വരുമ്പോൾ അമ്പലത്തിൻ്റെ രൂപം പാടെ മാറിയേക്കാം. എന്തായാലും അടിപൊളിയാണ്. ഇതുവരെ ഇവിടെ വരാത്തവർ എന്തായാലും വരണം. നല്ലൊരു ഫീല് കിട്ടുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വാസുദേവപുരം ടെമ്പിളിനെ കുറിച്ച് പറയാനുള്ളത്. ഈ അമ്പലത്തിലേക്ക് വരുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന മറ്റ് കാഴ്ചകളാണ് പണ്ട് കാലത്ത് ഒരേ മാതൃകയിൽ പണി തീർത്ത വീടുകൾ. ഈ രണ്ട് വീടുകൾ പണ്ട് കാർഷിക കോളേജിലെ അധ്യാപകർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കേളപ്പജിയുടെ നേതൃത്വത്തിൽ പണിതതാണ് ഈ വീട്. ഈ വീട്ടിലിപ്പോൾ ആൾതാമസമൊന്നുമില്ല. കാലക്രമേണ വീടൊക്കെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആയിരുന്നു കേളപ്പജി താമസിച്ചിരുന്നത്. അതിൽ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല, ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതായിരുന്നു വീട്. കാണാൻ നല്ല രസമായിരുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ടാറ്റാ ബൈ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ടു ഗിവ് എ തംസ് അപ്പ് ആൻഡ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ ബൈ.